നമസ്കാരം. മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ പിണറായി വിജയന് മാധ്യമപ്രവർത്തകരോട് പുച്ഛമായിരുന്നു. അദ്ദേഹം പത്രസമ്മേളനം നടത്താൻ പോലും മടിച്ചിരുന്നു. മാധ്യമപ്രവർത്തകരോട് അദ്ദേഹത്തിന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മാത്രം ഏകപക്ഷീയമായി പത്രസമ്മേളനം നടത്തും. വഴിയിൽ വെച്ച് മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തിൻ്റെ അടുത്തെത്തിയാൽ ഓടിച്ചുവിടും. മുഖ്യമന്ത്രി കസേര ഒഴിഞ്ഞ് പ്രതിപക്ഷ നേതാവായിട്ട് പോലും അദ്ദേഹം പറയുന്നത് അങ്ങനെ തന്നെയാണ്. പക്ഷേ എന്നാൽ വി ഡി സതീശൻ അങ്ങനെയല്ല. മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് പരമാവധി ഉത്തരം നൽകാനാണ് വി ഡി സതീശൻ ശ്രമിക്കുന്നത്. എന്നാൽ എവിടെ ചെന്നാലും മാധ്യമപ്രവർത്തകർ മൈക്കുമായി കൂടെ കൂടുന്നതോടെ അദ്ദേഹത്തിന് സമയനഷ്ടമുണ്ടാവുന്നു, സ്വസ്ഥത നഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ചില നിയന്ത്രണങ്ങളുണ്ട്. പക്ഷേ പിണറായി വിജയൻ ഒരിക്കലും ചെയ്യാത്ത ഒരു പുണ്യപ്രവൃത്തി വി ഡി സതീശൻ ചെയ്യുന്നുണ്ട്. എല്ലാ ബുധനാഴ്ചയും മന്ത്രിസഭാ യോഗത്തിന് ശേഷം പത്രസമ്മേളനം നടത്തും. മന്ത്രിസഭാ യോഗത്തിൽ സംഭവിച്ചത് മാത്രമല്ല, പത്രപ്രവർത്തകർക്ക് ആ ഒരാഴ്ച ചോദിക്കാനുള്ള എല്ലാ ചോദ്യങ്ങളും നിർഭയം ചോദിക്കാം. പിണറായിയോട് ചോദ്യം ചോദിക്കുന്നത് പോലെയല്ല വി ഡി സതീശനോട് മാധ്യമപ്രവർത്തകർ ചോദ്യം ചോദിക്കുന്നത്. പിണറായിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പത്രസമ്മേളനം നടക്കാതെ പോകുമെന്നതുകൊണ്ട് സുഖിപ്പിക്കുന്ന ചോദ്യം ചോദിക്കാൻ ആളെ വെക്കുമായിരുന്നു. ഇക്കഴിഞ്ഞ ബുധനാഴ്ച വി ഡി സതീശൻ മന്ത്രിസഭാ യോഗത്തിന് ശേഷം പത്രക്കാരോട് സംവദിക്കുന്നത് ഞാൻ ഒരിക്കൽ കൂടി കാണുകയായിരുന്നു. എല്ലാ ചോദ്യങ്ങൾക്കും അദ്ദേഹം കൃത്യമായ വിശദീകരണം നൽകി. ഞാൻ ഏറെ കൗതുകത്തോടെ ശ്രദ്ധിച്ചത് വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമായിരുന്നു. നമുക്കറിയാം, വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട് സതീശന് പ്രത്യേകിച്ചൊരു നിലപാടുമെടുത്തിട്ടില്ല, പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അദ്ദേഹം മുഖ്യമന്ത്രിയായി വന്നു. വിഴിഞ്ഞം ഒരു ഓൺഗോയിങ് പ്രോജക്റ്റാണ്. മുഴുവൻ ഉത്തരവാദിത്വവും മുഴുവൻ അവകാശവാദവും ഇടതുമുന്നണി ഏറ്റെടുത്തതാണ്. വിഴിഞ്ഞം പദ്ധതിയുടെ കരാറിൽ ഒപ്പിട്ട് ഉമ്മൻചാണ്ടിയെ പോലും തമസ്കരിച്ചുകൊണ്ട് അത് കടൽക്കൊള്ളയാണ് എന്ന് പറഞ്ഞ് അന്ന് ഒഴിവാക്കിയവർ മുഴുവൻ ഉത്തരവാദിത്വവും ഏറ്റെടുത്തത് നമുക്കൊക്കെ അറിയാം. വിഴിഞ്ഞം പദ്ധതിയുടെ ഔദ്യോഗിക ഉദ്ഘാടന സമയത്ത് ഉമ്മൻചാണ്ടിയുടെ പോസ്റ്റർ പോലും ഉണ്ടാവാതിരിക്കാൻ ശ്രമിച്ചു. പ്രതിപക്ഷ നേതാവായിരുന്ന വി ഡി സതീശനെ പോലും ചടങ്ങിന് വിളിച്ചില്ല. അതുകൊണ്ട് തന്നെ വി ഡി സതീശൻ മുഖ്യമന്ത്രി ആയതിനു ശേഷം പ്രത്യേകിച്ച് ഇടപെടേണ്ട ഒന്നും അവിടെ സംഭവിച്ചിട്ടില്ല. സർക്കാരിൻ്റെ ഒരു കരാറിൻ്റെ ഭാഗമായി മുമ്പോട്ട് പോകുന്നു. വിഴിഞ്ഞം പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് പോകുന്നു. വിഴിഞ്ഞം പദ്ധതി അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നു. സർക്കാരിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായില്ല. പക്ഷേ എന്നിട്ടും അദാനിയുടെ പേര് പറഞ്ഞ് വിഴിഞ്ഞം പദ്ധതിയുടെ പേരിൽ നിരന്തരമായി ആക്രമിക്കപ്പെടുകയാണ് വി ഡി സതീശൻ. വളരെ വിചിത്രമെന്ന് തോന്നും. ഓരോ ദിവസവും ഓരോ ആരോപണമാണ്. നോക്കുക, വിഴിഞ്ഞം പദ്ധതിയുടെ നടത്തിപ്പുകാരനായ അദാനി അവരുടെ ഓഹരി വിഹിതത്തിൻ്റെ 49% അന്താരാഷ്ട്ര കപ്പൽ കമ്പനിയായ MSCക്ക് കൊടുക്കുന്നു. അത് അവരുടെ തീരുമാനമാണ്. ആ തീരുമാനത്തിന് സർക്കാരിന് യാതൊരു ഉത്തരവാദിത്വമില്ല. എന്നിട്ടും ഇത് വലിയ ഗൂഢാലോചനയാണ്, ഇവിടെ അദാനിക്ക് കീഴടങ്ങി അട്ടിമറിക്കുന്നു എന്ന് പറഞ്ഞ് ഇവർ രംഗത്ത് വരികയാണ്. വാസ്തവത്തിൽ അദാനി സർക്കാരിനോട് പോലും ആലോചിച്ചിട്ടില്ല. സർക്കാരിൻ്റെ താല്പര്യം സംരക്ഷിക്കേണ്ടതുണ്ടെങ്കിൽ സംരക്ഷിക്കുമെന്ന് തന്നെയാണ് വി ഡി സതീശൻ പറഞ്ഞത്. ഒരിക്കൽ പോലും അദ്ദേഹം MSCയുമായുള്ള കരാറിനെ ന്യായീകരിച്ചിട്ടില്ല. സർക്കാരിനോട് പറയാതെ എന്തിനു ചെയ്തു എന്നാണ് ചോദിച്ചത്. എന്നിട്ടും ഈ പാപഭാരം മുഴുവൻ പിണറായിയും CPMകാരും വി ഡി സതീശൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും തലക്കിലേക്ക് വയ്ക്കുകയാണ്. ഇന്നലെ ഈ വിഷയത്തെക്കുറിച്ച് ചോദ്യമുണ്ടായപ്പോൾ അദ്ദേഹം അത് കൃത്യമായി തന്നെ സൂചിപ്പിച്ചു. ഞങ്ങൾ അധികാരത്തിലെത്തിയതിനു ശേഷം ഇതിനുവേണ്ടി എന്താണ് ചെയ്തത്? ഞങ്ങളുടെ നിലപാട് നിങ്ങൾക്കറിയില്ലേ? നമ്മൾ എംപവേർഡ് കമ്മിറ്റി വെച്ചിരിക്കുകയാണ്. നടപടിക്രമം അനുസരിച്ച് ഒരു എംപവേർഡ് കമ്മിറ്റി വെച്ചിരിക്കുകയാണ്. സംസ്ഥാനത്തിൻ്റെ ഒരു താല്പര്യവും ഹനിക്കുന്ന ഒരു തീരുമാനവും ഈ ഗവൺമെൻറ് എടുക്കില്ല. സംസ്ഥാനത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ടുള്ള തീരുമാനമേ വരുള്ളൂ. ധൃതി പിടിക്കേണ്ട ഒരു ആവശ്യമില്ല ഈ കാര്യത്തിൽ. കാരണം ഇതിനകത്ത് 2 ആസ്പെക്റ്റ് ഉണ്ട്. ഒന്ന് സെക്യൂരിറ്റി ആസ്പെക്റ്റ് ഉണ്ട്. അത് കേന്ദ്ര ഗവൺമെൻറ്റാണ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി അറിയിക്കേണ്ടത്. അത് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തീരുമാനം നമുക്ക് എടുത്ത് ചെയ്യാം. ഇനി ഇവർ വലിയ ഡീലാണ് മറ്റാണെന്നൊക്കെ ഇങ്ങനെ പറയുവാനുള്ള നമ്മളൊന്നും ചെയ്തിട്ടില്ലല്ലോ, ഒരു തീരുമാനം എടുത്തിട്ടില്ലല്ലോ. ഇത് വളരെ കൃത്യമല്ലേ? സർക്കാർ ഇതുവരെ ഒന്നും അറിഞ്ഞിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടുമില്ല. സർക്കാർ ആക്ട് ചെയ്യേണ്ട സമയത്ത് സർക്കാർ ആക്ട് ചെയ്യും. 2 ഘട്ടങ്ങളാണുള്ളത്. ഒന്ന്, സംസ്ഥാനത്തിന് താല്പര്യം. 2, ദേശസുരക്ഷ. ദേശസുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ തീരുമാനമെടുക്കേണ്ടതും നടപടിയെടുക്കേണ്ടതും കേന്ദ്ര സർക്കാരാണ്. ഈ പദ്ധതിയുടെ ഭാഗമാണ് കേന്ദ്രം. അതിൽ സംസ്ഥാനത്തിനൊന്നും ചെയ്യാനില്ല. സംസ്ഥാനത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കുക എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അങ്ങനെ ഒരു നടപടിയും ചെയ്യാതിരിക്കവേ പിന്നെ നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ബഹളം വയ്ക്കുന്നത്? വാസ്തവത്തിൽ ഇടതുമുന്നണിയുടെ ഒരു ഇരട്ടത്താപ്പിൻ്റെ ഭാഗമാണിത്. പദ്ധതി UDF കൊണ്ടുവന്നപ്പോൾ ഇത് കടൽക്കൊള്ളയായിരുന്നു. LDF നടപ്പിലാക്കിയപ്പോൾ മഹത്തായ വികസനമായി. വീണ്ടും UDF വന്നപ്പോൾ അവരൊന്നും ചെയ്യാതെ തന്നെ അത് അഴിമതിയായി മാറുകയാണ്. അതാണ് CPMൻ്റെ ഇരട്ടത്താപ്പിൻ്റെ പ്രത്യേകത. അതുകൊണ്ടാണ് ഈ അഴിമതിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ നല്ല ഒന്നാം തരം മറുപടിയുമായി വി ഡി സതീശൻ പിന്നാലെ വന്നത്. അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ അഴിമതി നടത്തിയതുകൊണ്ടാവാം ഞങ്ങൾ അഴിമതി നടത്തുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നത്. അതിന് അദ്ദേഹം തെളിവ് സഹിതം ചോദിച്ചൊരു ചോദ്യമുണ്ട്. സംസ്ഥാന സർക്കാരും അദാനിയും തമ്മിലുള്ള കരാർ അനുസരിച്ച്
ഒരു ദിവസം പദ്ധതി വൈകിയാൽ 12 ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുക്കണം. 1825 ദിവസമാണ് വൈകിയത്. അത് 5 വർഷം. ഈ സർക്കാരുമായുള്ള കരാർ അനുസരിച്ച് 219 കോടി രൂപ സംസ്ഥാന സർക്കാരിന് അദാനി നഷ്ടപരിഹാരം കൊടുക്കണം. കൊടുത്തോ? കൊടുത്തില്ല. 5 വർഷം ഇളവ് കൊടുത്തു. ഉടൻ തന്നെ ചിലർ ന്യായീകരിക്കാൻ രംഗത്തെത്തി. അവർ പറഞ്ഞു കോവിഡ് ആയിരുന്നു, വെള്ളപ്പൊക്കമായിരുന്നു. സതീശന് അതിനു മുമ്പ് മറുപടി, എങ്കിൽ പോട്ടെ, അതിനെടുത്ത സമയം കൊടുത്താൽ പോരെ, നഷ്ടപരിഹാരം കുറച്ചാൽ പോരെ, എന്തിനാണ് 5 വർഷവും നീട്ടിക്കൊടുത്തത്? ഈ കൺസെഷൻ എഗ്രിമെൻറ്റിൽ ഒരു ക്ലോസ് ഉണ്ടായിരുന്നു. ഇവർ വൈകിയാൽ ഒരു ദിവസം ഇവർ 12 ലക്ഷം കൊടുക്കണമെന്ന്. 12 ലക്ഷം 5 കൊല്ലം വൈകിയപ്പോൾ അവർ കൊടുക്കേണ്ട സർക്കാരിന് പെനാൽറ്റി, പീനൽ പ്രൊവിഷനാണ്, കൊടുക്കേണ്ട തുക 219 കോടിയാണ്. ഒറ്റ പൈസ ഇതെല്ലാം ഒഴിവാക്കി കൊടുത്തവർ. 2 ഘട്ടമായി എല്ലാം ഒഴിവാക്കി കൊടുത്തു. അതെന്ത് ഡീലായിരുന്നു? അതെന്ത് ഡീലായിരുന്നത്? 219 കോടി രൂപ അദാനി പോർട്ട് ഗവൺമെൻറ്റിന് നഷ്ടപരിഹാരം ഈ പീനലായിട്ട് ഈ വൈകിയതിന് ഒരു ദിവസം 12 ലക്ഷം രൂപ വെച്ച് 5 കൊല്ലം 1825 ദിവസം ഇൻറ്റു 12 ലക്ഷം ഒന്ന് കൂട്ടിയേ കാൽക്കുലേറ്ററിൽ. 219 കോടി രൂപ. ഞാൻ കാൽക്കുലേറ്ററിൽ നോക്കിയതാണ്. 219 കോടി രൂപ അത് കൊടുക്കണമായിരുന്നു. എന്ത് പ്രളയം, കോവിഡ്? നഷ്ടപരിഹാരം കൊടുക്കണമെന്നാണ്. പ്രളയം കോവിഡ് എത്ര നാളുണ്ടായിരുന്നു? അല്ല, പ്രളയം കോവിഡ് എത്ര നാളുണ്ടായിരുന്നു? അല്ലല്ല ഞാൻ പറയണേ, അല്ലല്ല ഇവർ ചോദിച്ചതിന് ഞാൻ മറുപടി പറയട്ടെ. പ്രളയവും കോവിഡും എത്ര നാളുണ്ടായിരുന്നു? 1 മാസം പ്രളയം, വേണമെങ്കിൽ ഒരു 4 മാസം കോവിഡ്, ആയിക്കോട്ടെ 5 മാസമല്ലേ. 5 കൊല്ലത്തേക്കുള്ള ഇളവാണ് കൊടുത്തത്. 5 വർഷത്തേക്ക്. ന്യായീകരിക്കല്ലേ? 5 വർഷത്തേക്ക് 219 കോടി രൂപ. അത് കുറച്ചാൽ മതിയായിരുന്നു. 150 കോടിയാക്കിയാൽ മതിയായിരുന്നു. ആ കോവിഡിൻ്റെ കാലവും മറ്റത് ഒഴിവാക്കിയാൽ മതിയായിരുന്നു. അവർക്ക് ഒഴിവാക്കി കൊടുക്കുകയാണ്. എന്നിട്ടൊരു 43 കോടി രൂപ പിന്നെ കൊടുക്കണം, 43 കോടി രൂപ പിന്നെ കൊടുക്കണമെന്ന് പറഞ്ഞു. അതും കൊടുത്തില്ല, അതും അവർ തന്നില്ല. അതും അവർക്ക് വയബിലിറ്റി ഫണ്ടിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു. അല്ല, പ്രസക്തമായ ചോദ്യമല്ലേ? എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, നിങ്ങൾ കൈക്കൂലി വാങ്ങിയിട്ടുള്ളത് കൊണ്ടാവാം നിങ്ങൾക്ക് ഞങ്ങളും വാങ്ങുന്നു എന്ന് തോന്നുന്നത്. ആരാണ് ഡീല്? ഇപ്പം ഇവരെ ഡീലിനെ കുറിച്ച് പറയട്ടെ. ഈ ഡീല് നടത്തിയ പരിചയം കൊണ്ടാണോ ബാക്കിയുള്ളവരെ അധിക്ഷേപിക്കാൻ വേണ്ടിയിട്ട് ഇവർ വന്നിരിക്കുന്നത്? അല്ല, ഇതിനൊക്കെ മറുപടി പറയണമല്ലോ. എന്തിനാണ് കൺസെഷൻ എഗ്രിമെൻറ്റിൽ ഞങ്ങൾ ഒന്നും ചെയ്തില്ലല്ലോ, ഒന്നും ചെയ്യാതെ നിങ്ങളെ കൂടി ആഘോഷിക്കല്ലേ, വിഴിഞ്ഞത്ത് അത് ചെയ്തു ഇത് ചെയ്തു എന്ന് പറഞ്ഞ് ആഘോഷിക്കല്ലായിരുന്നാ? കുറേ ദിവസം ആഘോഷിക്കുക. ഞങ്ങൾ ഒന്നും ചെയ്തില്ലല്ലോ, ഒരു നടപടിയും ഇതുവരെ തീരുമാനം എടുത്തിട്ടില്ലല്ലോ. അതല്ല അവിടെ ചോദിച്ചത്. എന്ത് തീരുമാനം എടുക്കും? തീരുമാനം എംപവേർഡ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് വരും. ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് സ്റ്റേറ്റിൻ്റെ ഇൻട്രസ്റ്റ്, സ്റ്റേറ്റിന് ഏതാണ് ഇൻട്രസ്റ്റ് അത് പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടുള്ള തീരുമാനം എടുക്കും. സത്യം പറയാമല്ലോ, പ്രതിപക്ഷത്തിൻ്റെ അവസ്ഥ ദയനീയമാണ്. അവർ ഏത് വലിയ വിഷയം കുത്തിപ്പൊക്കി കൊണ്ടുവന്നാലും ഞൊടിയിടയിൽ അതിനെ നിർവീര്യമാക്കാൻ വി ഡി സതീശൻ മുഖ്യമന്ത്രിക്ക് കഴിയും. ചിലയിടത്തൊക്കെ അദ്ദേഹം വല്ലാതെ അങ്ങ് സ്കോർ ചെയ്യുകയും ചെയ്യും. ഈ പത്രസമ്മേളനത്തിനൊടുവിൽ മൂകാംബിക സന്ദർശനത്തെക്കുറിച്ച് ചോദ്യമുണ്ടാകുന്നു. അതിന് അദ്ദേഹം കൃത്യമായി മറുപടി പറയുന്നു. വാസ്തവത്തിൽ ഹൈന്ദവ വിശ്വാസികളുടെ മനസ്സിൽ കൂടുതൽ ഇടം നേടാൻ ആ ചോദ്യവും അതിനുള്ള മറുപടിയും കാരണമായി. 39 വർഷമായി താൻ മൂകാംബികയിൽ പോകുന്നതാണ്. താൻ മൂകാംബിക ദേവിയുടെ ആരാധകനാണ്. താൻ അത് ചെയ്യരുത് എന്ന് നിങ്ങൾ എന്തിനാണ് പറയുന്നത് എന്നായിരുന്നു ചോദ്യം. How can he say that when I am going for Mookambika temple, it is my personal right? I have a constitutional right to believe in the God. How can he say that that is soft Hindutva? I have been going to Mookambika for the last 37 years, from 90 onwards. I am a devotee of Kollur Mookambika. I am a devotee of Kollur Mookambika. I am very happy to say that. For the last 37 years, I have been visiting there for darshan. ഞാൻ മുഖ്യമന്ത്രി ആയിക്കൊണ്ട് പോകായിരുന്ന മോശമല്ലേ? ഇവരെ ഏത് ലോകത്തേക്കാണ് പോകണത്? ക്ഷേത്രങ്ങളിൽ പോകുന്നത്, ആരാധിക്കാൻ പോകുന്ന എല്ലാവരെയും അപമാനിക്കുമല്ലേ? അങ്ങനെയാണെങ്കിൽ അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ചെയ്തത് ആണോ? നിങ്ങളെല്ലാവരും പോകുന്നവരിൽ, ഇത് ഇവിടെ ഇരിക്കുന്നവരിൽ ഭൂരിഭാഗം ഞായറാഴ്ച പള്ളിയിൽ പോകുന്നവരും ക്ഷേത്രങ്ങളിൽ പോകുന്ന ആളുകളും വെള്ളിയാഴ്ച ജുമാ നമസ്കാരത്തിൽ പോകുന്ന ആളുകളും അല്ലേ? അത് പോകാൻ പാടില്ലേ? അതൊക്കെ ഞാൻ മുഖ്യമന്ത്രി ആയതുകൊണ്ട് ഞാൻ ആളുകളെ ഇനിയില്ല ഞാനൊരിടത്തും പോവില്ല എന്ന് പറയാമോ? ഇതൊക്കെ ഇവർക്കൊന്നും പറയാനില്ല. സ്വന്തം പാർട്ടിയിലെ സ്ഥിതി അവർക്കറിയാം. സത്യം പറഞ്ഞാൽ സതീശൻ ഇസ്ലാമിക പക്ഷത്ത് നിലയുറപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ഹാലെടുക്കുന്ന തീവ്ര ഹിന്ദു ചിന്താഗതിക്കാരെ പോലും തണുപ്പിച്ചു കളഞ്ഞു ഈ നിലപാട്. താനൊരു ഭക്തനാണ്,
തൻ്റെ വിശ്വാസം താൻ ഏതു സാഹചര്യത്തിലും മുറുകെ പിടിക്കും എന്ന് പറയുമ്പോൾ അത് തന്ത്രപരമായ ഒരു നീക്കമാണ്. എന്ന് വെച്ചാൽ CPM-ൻ്റെ കെണിയെല്ലാം കൃത്യമായി വെട്ടിയൊതുക്കി അത് സ്കോർ ചെയ്യാൻ ഉപയോഗിക്കാൻ VD സതീശനെ ആരും പഠിപ്പിക്കേണ്ടതില്ല. CPM-ന് ഇങ്ങനെ കരച്ചിലുമായി രോദനവുമായി തുടരേണ്ടി വരും.